According to the American Institute of Certified Public Accounts, which among the following is a fundamental part of the accounting process? ഈ താഴെ പറയുന്ന ഓപ്ഷൻസിൽ ഏതാണ് ഫണ്ടമെൻ്റൽ പാർട്ട് ഓഫ് അക്കൗണ്ടിങ് പ്രോസസ്സിൻ്റെ ഫണ്ടമെൻ്റൽ പാർട്ട് എന്ന് പറയുന്നത്? ഓപ്ഷൻ എ റെക്കോർഡിംഗ്, അനലൈസിങ്, സമ്മറൈസിങ്, ക്ലാസിഫൈങ്. ഏതായിരിക്കും ആൻസർ? ആൻസർ ബി ആണ്. അനലൈസിങ് ആണ് എന്തുകൊണ്ടാണ്? അക്കോർഡിംഗ് ടു ദ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ് AICPA പ്രകാരം അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് money, transaction and events which are in part at least of a financial character and interpreting the result thereof. നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനേഷനാണിത്. ഈ ഡെഫിനേഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അക്കൗണ്ടിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽ പാർട്ട് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്. അതുപോലെ അതിൽ നിന്ന് എന്തും കൂടി ഉണ്ട്? ഇൻ്റർപ്രറ്റിങ്. ആ ഒരു ഓപ്ഷനും കൂടി അതിലുണ്ട്. ഈ അനലൈസിങ് എന്ന് പറയുന്നത് എന്താണ്? അനലൈസിങ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ആണ്. ബട്ട് ഇറ്റ്സ് നോട്ട് കൺസിഡേർഡ് വൺ ഓഫ് ദി കോർ ഫണ്ടമെൻ്റൽ സ്റ്റെപ്പ് ഓഫ് ദി അക്കൗണ്ടിങ് പ്രോസസ് ഇറ്റ് സെൽഫ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? അക്കോർഡിംഗ് ടു ദ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ് പ്രകാരം ഫണ്ടമെൻ്റൽ പാർട്ട് ഓഫ് ദ അക്കൗണ്ടിങ് പ്രോസസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? റെക്കോർഡിംഗ്, സമ്മറൈസിങ്, ക്ലാസിഫൈങ്, അതുപോലെ ഇൻ്റർപ്രറ്റിംഗ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് among the following is not a primary objective of the accounting? അക്കൗണ്ടിങ്ങിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് അല്ലാത്തത് ഏതാണെന്നാണ് കേട്ടോ. ഓപ്ഷൻ എ ടു റെക്കോർഡ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ് ദ ഡാറ്റ റിലേറ്റഡ് ടു എക്കണോമിക് ട്രാൻസാക്ഷൻ. ബി ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ടു ഹെൽപ്പ് ഡിസിഷൻ മേക്കിംഗ് അബൌട്ട് ഡെവലപ്മെൻറ്റ് ഓഫ് റിസോഴ്സസ്. ടു decide on the personal choice made by the promoters in a company. To communicate the information about economic activities of the firm to all concerned stakeholders. ഏതായിരിക്കും പ്രൈമറി ഒബ്ജക്റ്റീവ് അല്ലാത്തത്? അക്കൗണ്ടിങ്ങിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ടു ഹെൽപ്പ് ഡിസിഷൻ മേക്കിംഗ് അബൌട്ട് ഡെവലപ്മെൻറ്റ് ഓഫ് റിസോഴ്സസ് ആണ്. എന്തുകൊണ്ടാണ് നോക്കാം. ആദ്യം നമുക്ക് എന്താണ് ഡെവലപ്മെൻറ്റ് ഓഫ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഡെവലപ്മെൻറ്റ് ഓഫ് റിസോഴ്സസ് ഈസ് അക്കൗണ്ടിങ് മീൻസ് ക്രിയേറ്റിംഗ്, ഇംപ്രൂവിംഗ് ആൻഡ് മാനേജിങ് ദ ഫിനാൻഷ്യൽ, ഹ്യൂമൻ ആൻഡ് ദി ടെക്നോളജിക്കൽ റിസോഴ്സസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ സോ ദാറ്റ് അക്കൗണ്ടിങ് ഫംഗ്ഷൻ, റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്, അനലൈസിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആർ എഫിഷ്യൻറ്റ് ആൻഡ് റിലയബിൾ. അതായത് ഒരു സ്ഥാപനത്തിന് ആവശ്യമായ ഫിനാൻസ്, അതുപോലെ ഹ്യൂമൻ റിസോഴ്സസ്, ടെക്നോളജി, ഇവയെല്ലാം കൂടി ഡെവലപ്പ് ചെയ്ത് ഇഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെവലപ്മെൻറ്റ് ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡെവലപ്മെൻറ്റ് ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത് എന്തല്ല? അക്കൗണ്ടിങ്ങിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് അല്ല. ബാക്കി ടു റെക്കോർഡ്, ക്ലാസിഫൈ ആൻഡ് സമ്മറൈസിങ് ദ ഡാറ്റ റിലേറ്റഡ് ടു എക്കണോമിക് ട്രാൻസാക്ഷൻ, അതാണ്. ടു ഡിസൈഡ് ഓൺ ദ പേഴ്സണൽ ചോയ്സ് മെയ്ഡ് ബൈ ദി പ്രൊമോട്ടേഴ്സ് ഇൻ എ കമ്പനി. To decide on then to communicate the information about economic activities of a firm to all concerned stakeholders. ഇതൊക്കെ എന്താണ്? അക്കൗണ്ടിങ്ങിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവിൽ പെടുന്നതാണ്. ഡെവലപ്മെൻറ്റ് ഓഫ് റിസോഴ്സിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം കേട്ടോ. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു കമ്പനി ടാലി സോഫ്റ്റ്വെയർ മാത്രം യൂസ് ചെയ്തിട്ടാണ് അവിടെ അക്കൗണ്ട്സൊക്കെ ചെയ്തിരുന്നതെന്ന് വിചാരിക്കുക. പിന്നീട് ആ കമ്പനി എന്തായി? ERP സിസ്റ്റം സ്ഥാപിക്കുന്നു. അതിലൂടെ എന്താണ്? ഇതിലൂടെ എല്ലാ വിഭവങ്ങളും, അതായത് സെയിൽസ്, പർച്ചേസ്, ഇൻവെൻട്രി, അക്കൗണ്ട് തുടങ്ങിയ എല്ലാ സെക്ടേഴ്സും എന്താണ്? സെയിം പ്ലാറ്റ്ഫോമിൽ, ഒരേ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? സാങ്കേതിക വിദ്യകൾ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഓഫ് ടെക്നോളജിക്കൽ റിസോഴ്സസ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ്? എല്ലാ മേഖലയിലെയും എഫക്റ്റീവായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അവിടെ ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനെ എന്താ പറയാം? ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയും. അതുപോലെ ബിസിനസ്സിൻ്റെ ഓരോ വിഭാഗങ്ങളിലുള്ള ആവശ്യമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ്, ഫിനാൻഷ്യൽ റിസോഴ്സ്, അതിനെല്ലാം ഫിനാൻഷ്യൽ റിസോഴ്സ്, ഇതിനെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെവലപ്മെൻറ്റ് ഓഫ് ദി റിസോഴ്സസ് എന്ന് പറയുന്നത്. അതൊരിക്കലും എന്താണ്? അക്കൗണ്ടിങ്ങിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവിൽ പെടുന്ന കാര്യമല്ല. നെക്സ്റ്റ്, ഡ്യൂറിങ് 15th century, 15ാം കാലഘട്ടത്തിൽ വെൽത്തി പീപ്പിൾ എംപ്ലോയ്ഡ് ട്രെയിൻഡ് ഓഫീസേഴ്സ് ടു കീപ് റെക്കോർഡ്സ് ഓഫ് ദെയർ ട്രാൻസാക്ഷൻ. നല്ല പണക്കാരായ ആളുകൾ എന്തായിരുന്നു? അവർ വെൽ ട്രെയിൻഡ് ആണ്. എന്തിനു വേണ്ടി? അവരുടെ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്.
അതുപോലെ കീപ്പ് റെക്കോർഡ്സ് ഓഫ് ദെയർ ട്രാൻസാക്ഷൻ, അവരുടെ ട്രാൻസാക്ഷൻസിൻ്റെ റെക്കോർഡ് കീപ്പ് ചെയ്യാൻ. അതുപോലെ പ്രോപ്പർട്ടി, അവരുടെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട റെക്കോർഡ്സ് കീപ്പ് ചെയ്യാൻ. ഡെപ്റ്റ് ദേ ഓൺഡ്, അവർ ഓൺ ചെയ്തിട്ടുള്ള ഡെപ്റ്റ് ആൻഡ് ഡെപ്റ്റ് ദേ അതേഴ്സ് ഓൺ ദം, അതായത് കടം ഇങ്ങോട്ട് തരാനുള്ള കടം അങ്ങോട്ട് കൊടുക്കാനുള്ള പണം, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ദിസ് സിസ്റ്റം ഡെവലപ്ഡ് ഇൻ ഇറ്റലി, ഇറ്റലിയിലാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തത്, ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്. ആൻഡ് വാസ് ലേറ്റർ ഡെവലപ്ഡ് ബൈ ദ അതർ യൂറോപ്യൻ നേഷൻ, പിന്നീട് എന്ത് പറ്റി, അത് മറ്റ് യൂറോപ്യൻ നേഷൻസിലേക്കും അതോടെ സ്പ്രെഡായി. ഇറ്റ് ഓൾസോ കം ടു ബി നോൺ ആസ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ്, അതിന് നമ്മൾ പിന്നെ എന്താണ് അറിയപ്പെട്ടിരുന്നത്, ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് സിസ്റ്റം ഡിസ്ക്രൈബ്ഡ് എബോ, ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള ഈ അക്കൗണ്ടിങ് സിസ്റ്റം, അതായത് എന്തിനെ നമ്മൾ ഏത് പേരിലാണ് അറിയപ്പെടുക, സ്റ്റുവർഡ്ഷിപ്പ് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഏതാണ്, സ്റ്റുവർഡ്ഷിപ്പ് അക്കൗണ്ടിങ് ആണ് ആൻസർ. എന്താണ് സ്റ്റുവർഡ്ഷിപ്പ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ദാറ്റ് ഈസ് കൺസേൺ വിത്ത് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് റിപ്പോർട്ടിംഗ് ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഓഫ് എ ബിസിനസ് in such a way that the owners or shareholders can evaluate how effectively the management has used the resources entrusted to them. അതായത് നമ്മളെ ഓണേഴ്സിന്, ബിസിനസ്സിൽ ഷെയർ എടുക്കുന്ന ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നതാണ് ബിസിനസ്സിൻ്റെ ഓണേഴ്സ്. ബിസിനസ്സിൽ അവർ ഇറക്കിയിട്ടുള്ള പണം ആ ബിസിനസ്സിലെ മാനേജേഴ്സ് ഏത് രീതിയിലൊക്കെയാണ് യൂട്ടിലൈസ് ചെയ്യുക എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട്സിനെയാണ് എന്ത് പറയുന്നത്, സ്റ്റുവർഡ്ഷിപ്പ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുമെങ്കിൽ, സപ്പോസ് ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് 10 crore ഇൻ എ കമ്പനി, ഒരു കമ്പനിയിൽ 10 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കുക. മാനേജ്മെൻറ്റ് യൂസസ് ദിസ് മണി ഫോർ പ്രൊഡക്ഷൻ, സാലറീസ്, മാർക്കറ്റിംഗ് എക്സെട്ര. ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, മാനേജ്മെൻറ്റ് അത് യൂട്ടിലൈസ് ചെയ്തു. അറ്റ് ഇയർ എൻഡ് മാനേജ്മെൻറ്റ് പ്രിപ്പയർ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓർ ഫൈനൽ അക്കൗണ്ട്സ്. ഏതൊക്കെയാണ് ഫൈനൽ അക്കൗണ്ട്സ്? ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇതാണ് ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഇയർ എൻഡിൽ നമ്മൾ മാനേജ്മെൻറ്റ് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തു. ദീസ് അക്കൗണ്ട്സ് ഷോ പ്രോഫിറ്റ് ഏൺഡ്, അസറ്റ് ക്രിയേറ്റഡ്, ലയബിലിറ്റീസ് ആൻഡ് ക്യാഷ് പൊസിഷൻ. ദിസ് റിപ്പോർട്ടിംഗ് എൻഷുർ ഓണേഴ്സ് ക്യാൻ സീ ഹൗ ദെയർ ഫണ്ട്സ് വേർ മാനേജ്ഡ്. ഇതിനെയാണ് നമുക്ക് ഈ റിപ്പോർട്ട് നോക്കി എന്ത് ചെയ്യാൻ പറ്റും, ഓണേഴ്സിന് മനസ്സിലാക്കാൻ പറ്റും അവരുടെ റിസോഴ്സസ് അല്ലെങ്കിൽ അവരുടെ എമൗണ്ട്, ക്യാഷ് ഏതൊക്കെ രീതിയിലാണ് യൂട്ടിലൈസ് ചെയ്തതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിനാണ് എന്ത് പറയുന്നത്, സ്റ്റുവർഡ്ഷിപ്പ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ പർപ്പസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്? താഴെ പറയുന്നതിൽ ഏതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പർപ്പസ് എന്ന് പറയുന്നത്? എ, ടു മാനേജ് ദ ഡെപ്റ്റ് ഓൺ ബൈ ദ കമ്പനി ടു മെയിൻറ്റെയിൻ ഫിസ്ക്കൽ പ്രൊഡ്യൂസ്, ദെൻ ടു reliable information to investors to enable them to take efficient investment decision, to limit the liability of the members to the nominal value of their shares, to give a legal form of the doctrine of stewardship. ആൻസർ ഏതാണ് വരിക? ആൻസർ ഓപ്ഷൻ ബി ആണ്. To reliable information to investors to enable them to take efficient investment decision. The main social purpose of financial accounting is to provide reliable, relevant and comparable information about a company's financial performance and position. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്, മെയിൻ സോഷ്യൽ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ടു പ്രൊവൈഡ് റിലയബിൾ, റിലവൻറ്റ് ആൻഡ് കമ്പയറബിൾ ഇൻഫർമേഷൻ എബൌട്ട് എ കമ്പനീസ് ഫിനാൻഷ്യൽ പെർഫോമൻസ് ആൻഡ് പൊസിഷൻ. ഇതാണ് ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ സോഷ്യൽ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇൻഫർമേഷൻ ഹെൽപ്പ് ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ് ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ് ലൈക്ക് ഇൻവെസ്റ്റിംഗ്, ലെൻഡിങ് ഓർ വിഡ്രോയിങ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതുപോലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമുക്ക് റിലയബിളായ ഇൻഫർമേഷൻ നൽകി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അത് ആരൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇൻവെസ്റ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ, ക്രെഡിറ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്? അവർക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, എങ്ങനെ ലെൻഡിങ് ചെയ്യാം, ക്രെഡിറ്റേഴ്സിന് എന്താണ് എങ്ങനെയാണ് നമുക്ക് കമ്പനിക്ക് ലെൻഡിങ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ എവിടെയെങ്കിലും സ്റ്റേ ഹോൾഡേഴ്സിന് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് തുടരണോ അല്ലെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വിഡ്രോ ചെയ്യണോ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റേ ഹോൾഡേഴ്സിനും ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ,
ഇനി മറ്റ് ഓപ്ഷൻസ് എന്തുകൊണ്ടാണ് ഓക്കെ അല്ലാതെ നോക്കാം. മാനേജിങ് ഡെപ്റ്റ്, ഓപ്ഷൻ എയിൽ എന്താ പറയുന്നത്, മാനേജിങ് ഡെപ്റ്റിനെ കുറിച്ചിട്ടാണ്. ദാറ്റ്സ് പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്, നോട്ട് ദ പ്രൈമറി സോഷ്യൽ പർപ്പസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ പ്രൈമറി സോഷ്യൽ പർപ്പസ് അല്ല, അതെന്താണ്, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അതുകൊണ്ടാണ് ഓപ്ഷൻ എ സ്യൂട്ടബിൾ അല്ലാഞ്ഞത്. ഓപ്ഷൻ സി എന്താണ്, ലിമിറ്റിംഗ് ലയബിലിറ്റിയെ കുറിച്ചിട്ടാണ്. ദാറ്റ്സ് ലീഗൽ ഫീച്ചർ ഓഫ് കമ്പനി ലോ, കമ്പനിയുടെ ലീഗൽ ഫീച്ചറാണ്, നോട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഓക്കെ. ഓപ്ഷൻ ഡി എന്താണ്, ഡോക്ട്രിൻ ഓഫ് സ്റ്റുവേർഡ്ഷിപ്പാണ്. ഇമ്പോർട്ടൻറ്റ് ഹിസ്റ്റോറിക്കലി, മുൻകാലങ്ങളിൽ നോക്കുകയാണെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു സോഷ്യൽ പർപ്പസ് ആയിരുന്നു. ബട്ട് നൗ, ഇപ്പോൾ നിലവിലെന്താണ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ പർപ്പസ് ഇറ്റ് ഈസ് നോട്ട് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ പർപ്പസ് ടുഡേ. ഇന്നത്തെ കാലഘട്ടം നോക്കുമ്പോൾ അതെന്താണ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ പർപ്പസ് അല്ല. ഹിസ്റ്റോറിക്കലി അതായിരുന്നു, പക്ഷേ ഇപ്പോൾ അല്ല. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വന്നിട്ടുള്ളത്. നെക്സ്റ്റ്, which among the following statement is incorrect about management accounting? Option A, it is forward looking and generally follow more stringent accounting standards. It generally include cost accounting and budgeting. It assists management in the formulation of policies and decision making. All the സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ എബൌട്ട് ട്രൂ. ഇതിലേതാണ് വരുന്നത്, വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഏതാണ്? എന്താണ്, ഓപ്ഷൻ എ ആണ്. എന്തുകൊണ്ടാണ് നോക്കാം. പക്ഷേ എന്താ പറയുന്നത്, ഇറ്റ് ഈസ് ഫോർവേഡ് ലുക്കിംഗ് ആൻഡ് ജനറലി ഫോളോ മോർ സ്ട്രെയിൻഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. എന്തുകൊണ്ടാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് തെറ്റായിട്ടൊരു പ്രസ്താവനയായിട്ട് ഇത് മാറിയത്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് ഇൻഡീഡ് ഫോർവേഡ് ലുക്കിംഗ് ആണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഫോർവേഡ് ലുക്കിംഗ് ആണ്, അത് ഓക്കെയാണ്. കാരണം ഫോക്കസ് ഓൺ പ്ലാനിങ്, ഫോർകാസ്റ്റിംഗ്, ഡിസിഷൻ മേക്കിംഗ്. അതെ, ഇതിൽ ആദ്യത്തെ ലൈന് ഓക്കെയാണ്, ഫോർവേഡ് ലുക്കിംഗ് ഓക്കെയാണ്. പക്ഷേ ഇതെന്താണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ സെക്കൻഡ് പാർട്ടാണ് ഓക്കെ അല്ലാത്തത്. എന്തുകൊണ്ടാണ്? ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഫോളോ സ്ട്രൈറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ലൈക്ക് IFRC or GAAP. Those are mandatory only for financial accounting. Management accounting is flexible and tailored to the internal need of the management. ബിസിനസ്സിൻ്റെ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റിന് ആവശ്യമായ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല രീതിയിൽ ഫ്ലെക്സിബിലിറ്റി വരുത്താൻ പറ്റും. ഏതിൽ? മാനേജ്മെൻറ്റ് അക്കൗണ്ടിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അത് കൃത്യമായിട്ടുള്ള, അതുപോലെ IFRC അല്ലെങ്കിൽ GAAP അതൊന്നും പറയുന്ന പോലുള്ള കൃത്യമായുള്ള പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കതിൽ എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലെക്സിബിളായുള്ള മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന.